ഇഡ്ഡലി പൊടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഇഡ്ഡലി പൊടി. പൊടിയും ഇഡ്ഡലി അല്ലെങ്കിൽ പൊടിയും ദോശയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. പൊടി ഇഡ്ഡലി എന്നൊരു റെസിപ്പി കൂടി ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഇഡ്ഡലി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാ കടകളിലും ഇത് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 6 ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കളറും കൂടി നമ്മുടെ ഇഡ്ഡലിപ്പൊടിക്ക് കിട്ടും. ഇതൊന്ന് ആദ്യം നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് നല്ലോണം കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 125 ml കപ്പിനാണ് 1 കപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് ചൂടാക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഉള്ളു വറുക്കാതെ നമ്മുടെ പുറത്ത് മാത്രമേ അത് കരിയുന്ന പോലെ ആവും. ഇതാ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തോരപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി തോരപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തോരപ്പരിപ്പും ഒന്ന് വറുത്ത് വരണം. അതിന് ശേഷം മാത്രമാണ് അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുമ്പോഴാണ് ഇത് കറക്റ്റാവുക. ഇനി നമ്മളത് വറുത്ത് വരുമ്പോൾ 1 കപ്പ് ഉഴുന്നപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് വറുത്ത് തരണം. നിങ്ങൾക്കിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് വേണമെങ്കിലും ഇതൊന്നിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നമ്മുടെ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള്, ജീരകം, കുരുമുളക് ഇതൊക്കെ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുക. ഇതുണ്ട് രാവിലത്തെ സമയത്ത് നമ്മളിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചട്നി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഈ പൊടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. സ്കൂളിലേക്ക് പൊടിയുടെ കൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇഡ്ഡലി പൊടി. അപ്പോൾ ഇതാ നന്നായി ഒന്ന് റോസ്റ്റായി വന്നിട്ട് കണ്ടോ, നല്ല ചുവന്ന അടിയൊന്നും കരിയാത്ത വിധത്തിലാണ് നമ്മളതിനെ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഓഫ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടിയേക്കാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കായം വറുത്തിട്ട് അതിനെ കുറച്ച് എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് കൂടി കായപ്പൊടി ഇട്ടതിന് ശേഷം വറുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രം പൊടിക്കുക. ഇനി ഇത് നന്നായി പൊടിക്കുക. നിങ്ങളുടെ തരിക്കനുസരിച്ചാണ് പൊടിക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതായത് നല്ലോണം തരിയോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ പൊടിക്കുക. അല്ല നല്ലോണം ഫൈൻ പൗഡർ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിക്കാം. ഞാനിത് ഇത്തിരി തരിയോടുകൂടിയാണ് പൊടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മണം തന്നെ ഭയങ്കര നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിനി നമ്മളൊരു നല്ലൊരു ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചാൽ 1 മാസത്തോളമൊക്കെ നമ്മുടെ ഈ പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി യൂസ്ഫുള്ളായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ.